ഹായ്, എല്ലാവർക്കും മോട്ടൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു അപ്പാണ് ഉണ്ടാക്കുന്നത്. അത് അരിപ്പൊടിയും പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ പിന്നെ ശർക്കരപ്പാനി ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് കുറച്ച് ശർക്കര ഇല്ലാതെ ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് ഞാൻ ശർക്കരയോട് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ഇല്ലാതെ ഉണ്ടാക്കുന്നതിൽ നമുക്ക് മസാലക്കറി, കടലക്കറി ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി വരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് ആവിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇതൊരു 1.5 മുറി ഉണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ച് ഈ ഒരു പരുവത്തിലുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ പൊടി, അതായത് ഇത് പൊടി എന്ന് പറയുന്നത് നമ്മളെ ഇതാണ് കേട്ടോ, പിന്നെ അപ്പത്തിൻ്റെ പൊടിയാണേ. തരിയില്ലാത്ത നല്ല തീരെ തരി നൈസായിട്ടുള്ള പൊടിയില്ല നമ്മൾ അപ്പത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പൊടിയാണ്, അല്ലാതെ പിട്ടിൻ്റെ പൊടിയല്ല അതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പൊടിയിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചൊരു ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ കുറച്ച്. അപ്പോൾ കുറച്ച് ഞാൻ ഉപ്പിടുന്നുള്ളൂ. പിന്നെ ഈ ശർക്കരപ്പാനി ഇല്ലാത്ത ഒരു വേർഷൻ ഉണ്ടല്ലോ, ആ വേർഷനിൽ മാത്രം കുറച്ചുകൂടി ഉപ്പിടുന്നു. മറ്റേതിൽ കുറച്ച് ഉപ്പേ ഇടുള്ളൂ. എന്നിട്ട് അതിൽ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് വേറൊന്നും കൂടി ഉണ്ടാക്കും. അപ്പോൾ അത് ഞാനൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ കുറച്ചുകൂടി അത് ലൂസാവും. ഇതപ്പം ഞാൻ നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടുന്നത് കണ്ടോ. ഇതാ ഇങ്ങനെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടോ. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ പാകം. ഇതിപ്പോൾ ഞാൻ അതായത് മധുരം ഇല്ലാത്തതാണ് ഇത് മധുരം ഉള്ളത് കണ്ടോ. എന്നിട്ട് ഞാൻ ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു 4 ആണി ശർക്കരയാണ് ഇട്ടത്. കാരണം എൻ്റെ അത് വെള്ള ശർക്കര, അപ്പോൾ വെള്ള ശർക്കര കുറച്ച് മധുരം കുറയും. അതുകൊണ്ട് ഞാൻ 4 ആണി ഇട്ടതാണ്. മറ്റേതാണെങ്കിൽ 2, 3, 2 അങ്ങനെ മതി. അതായത് കറക്റ്റ് എഴുതാ ഉണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ. ഇത് നല്ല അടിപൊളി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തേങ്ങാപ്പാൽ മാത്രം. ഇനിയിപ്പോൾ അഥവാ ലൂസാവാൻ കുറച്ച് പാടാണെങ്കിൽ, തേങ്ങാപ്പാൽ കുറവാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം തണുപ്പിച്ചതുണ്ടല്ലോ, അത് കുറച്ചൊന്ന് ഒഴിച്ചാലും മതി. അതായത് പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ, ഈ പരുവത്തിൽ. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ ശർക്കര ഇട്ട ഇതില്ലേ, ഈ അരിപ്പൊടി ഇങ്ങനെ കലക്കി വെച്ച് അതിലേക്ക് ഞാൻ എള്ള് ഇടുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്. ഏലക്കാപ്പൊടി കുറച്ചിടുന്നുണ്ട്. ഏലക്കാപ്പൊടി എന്തായാലും ഇടുന്നത് നല്ലൊരു എള്ള് പിന്നെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇട്ടാൽ മതി. ഞാൻ പിന്നെ ഇടുന്നുണ്ടെന്നേ ഉള്ളൂ. കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും, പിന്നെ അത് കടിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഏലക്കാപ്പൊടി. നമ്മൾ തേങ്ങാക്കൊത്ത് ഞാൻ നെയ്യിൽ വറുത്തതും കൂടി ഇടുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണേ. അപ്പോൾ ഇത് പക്ഷേ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതാകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വരുമ്പോൾ എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല കടിക്കും. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ആൾ ഞാനല്ല, ശ്രീയേട്ടൻ്റെ അമ്മയാണ്. അപ്പം ഞാൻ അമ്മേനോട് ചോദിച്ച് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. അപ്പം അമ്മ പറഞ്ഞു തന്നിട്ടാണ് ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത്. അമ്മ ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെക്കാം. പെട്ടെന്ന് രാവിലെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം ഇത് ഉണ്ടാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് രാവിലെ വേഗം മുറിച്ച്, നല്ല അപ്പം പോലെ ഉണ്ടാവില്ല, അത് മുറിച്ച് എന്തെങ്കിലും, അതായത് മധുരം ഇല്ലാത്തതാണെങ്കിൽ എന്തെങ്കിലും കറികളോ മസാലക്കറികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മധുരം ഉള്ളതാണെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ അങ്ങനെ മധുരം ഉള്ളത് കഴിക്കില്ല. ഇഷ്ടമുള്ള ആൾക്കാർ കഴിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം ചായക്ക് കൂട്ടാനും നല്ലതാണ്. അപ്പോൾ അമ്മ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അത് ഞങ്ങൾക്കൊക്കെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അമ്മ തലേ ദിവസം ഇത് ഉണ്ടാക്കി വെക്കും. ഒരു രാവിലെ നമ്മളത് വേഗം മുറിച്ച് കറിയൊക്കെ വേഗം ആക്കി അങ്ങനെ ചെയ്യും. അപ്പോൾ അമ്മേനോട് ഞാൻ ഇന്നലെ ചോദിച്ച് വെച്ചതാണ്. അപ്പോൾ അമ്മയാണ് ഇതിൻ്റെ യഥാർത്ഥ ഉപജ്ഞാതാവ്. ഓക്കെ, നമുക്കിനി അത് പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. എന്നിട്ട് ആവിയിൽ വരുത്തിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് എടുത്തിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ തട്ട് ഞാൻ ആവിയിലിടുന്ന ആ തട്ടില്ലേ, ആ പാത്രം ഞാൻ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ശർക്കര ഇല്ലാത്തതാണ് ആദ്യം ഇടുന്നത്. ശർക്കര ഇല്ലാത്തത് ഈ വെള്ള നിറത്തിലുള്ള. ഇതിൽ ഞാൻ കുറച്ച് ജീരകം ഇടണം കേട്ടോ, വേറൊന്നും വേണ്ട. ഇടണം. ഇനി അടുത്തത് ശർക്കര ഉള്ളത് അതേപോലെ തന്നെ ഉള്ളതാണ്. ഇത് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഞാൻ ആവിയിൽ വെത്തിച്ചിട്ട് നമുക്കെടുത്ത് നോക്കാം കേട്ടോ. ഇനി ആവി പാത്രത്തിൽ വെക്കട്ടെ. ഇതൊക്കെ നമ്മളെ തേങ്ങാപ്പാൽ കൊണ്ടുണ്ടാക്കിയ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാവുന്ന ശർക്കര കൊണ്ടുണ്ടാക്കിയതും പിന്നെ ഒന്ന് നമ്മളെ ശർക്കരയൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ളൊന്നും. അപ്പോൾ അത് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഓരോരോ സൈഡിലും വിട്ട് വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. മധുരമുള്ളത് കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. മറ്റേതും നല്ല കറിയൊക്കെ കൂട്ടി തിന്നാൻ പറ്റുന്ന നല്ല അടിപൊളി സംഗതിയാണ്. അപ്പോൾ
ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് നന്നായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. ഇനി നമുക്കിതൊന്ന് കമത്തി നോക്കാം, ഇങ്ങനെ വരുമോ എന്നുള്ള കാര്യത്തിലൊന്ന് നല്ലോണം വരുമോ എന്ന് നോക്കാം നമുക്ക് കേട്ടോ. അത് നമ്മളെ തേങ്ങാപ്പാൽ കൊണ്ട് ഉണ്ടാക്കിയ ആവിയിലുള്ള അപ്പം നന്നായിട്ട് റെഡി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ സൂപ്പർ. ഇത് അതായത് ഇതില്ല, ശർക്കര ഇല്ലാത്തതാണേ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ശർക്കരയുള്ളത് ഒക്കെ നന്നായിട്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വൈകുന്നേരത്തെ ചായ കൂട്ടാനും, പിന്നെ ഇത് രാവിലത്തെയോ അല്ലെങ്കിൽ രാത്രി ചോറുണ്ണാത്ത ആൾക്കാർക്കൊക്കെ ഇതും മസാലക്കറിയൊക്കെ കൂട്ടുന്ന, കടലക്കറിയൊക്കെ കൂട്ടുന്ന രാവിലത്തേക്കും ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ മാത്രമല്ല ഇത് ഹെൽത്തിയാണ്, ആവിയിലുണ്ടാക്കിയതാണ്, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ നന്നായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.